ഷവോമിയുടെ MI11 Lite 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ പുതിയൊരു പ്രോസസ്സറൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MI11 Lite 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ MI11 Lite 5Gയിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ AMOLed ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഫോണിൻ്റെ വെയിറ്റും തിക്നെസ്സും ആണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 159 ഗ്രാം മാത്രമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 6.81 mm ആണ്. അപ്പം മറ്റു ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഫോണിൻ്റെ വെയിറ്റ് അത്യാവശ്യം നല്ല കുറവാണ്. അതുപോലെ തന്നെ തിക്നെസ്സും വളരെ കുറവാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്നാപ്ഡ്രാഗണിൻ്റെ പുതിയൊരു പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത് എന്നുള്ള കാര്യം. സ്നാപ്ഡ്രാഗൺ 780G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണാണ് MI11 Lite 5G എന്ന ഫോൺ. ഈ ഒരു പ്രോസസ്സറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സറിൽ 2.4 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A78 ബേസ് ചെയ്തിട്ടുള്ള ഒരു കോർ വരുന്നുണ്ട്. പിന്നെ 2.2 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A78 ബേസ് ചെയ്തിട്ടുള്ള 3 കോറുകളും പിന്നെ 1.9 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A55 ബേസ് ചെയ്തിട്ടുള്ള 4 കോറുകളും വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സറിൽ Adreno 642 എന്നുള്ള GPU ആണ് വരുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 780G എന്ന പ്രോസസ്സർ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പം ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വെർഷൻസിലും 8 GB RAM ആണ് വരുന്നത്. പിന്നെ ഒരു വെർഷനിൽ 128 GB ഇൻറ്റേർണലും അതുപോലെ മറ്റൊരു വെർഷനിൽ 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഈ ഫോണിൽ LPDDR4X RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ NFC എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററൊക്കെ വരുന്നുണ്ട്. നല്ല വൈബ്രേഷൻ എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ Z-ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂൾ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 11 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലി മാക്രോ ലെൻസ് ആണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4250 mAh ബാറ്ററിയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫോണിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ വെയിറ്റും ഒക്കെ വളരെ കുറവാണെന്നുള്ളത്. അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടും ഈ ഫോണിൽ 4250 mAh ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. തരക്കേടില്ലാത്ത ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8 GB RAM 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 2299 യുവാനാണ്. അതായത് ഏകദേശം 25,500 രൂപ. ഈ ഫോണിൻ്റെ 8 GB RAM 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 2599 യുവാനാണ്. അതായത് ഏകദേശം 28,600 രൂപ. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ MI11 Lite 5G എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത ഒരു പ്രൈസിംഗ് എന്ന് പറയാം. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതാണ്. എന്നാലും ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം.